നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ കെയർ ടേക്കർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇനി വരുന്ന കമ്പനി LGS, അതുപോലെ VFA, ബെഫ്കോ LD മുതലായ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്തത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സത്യശോധക് സമാജ് ജ്യോതിറാവു ഭൂലെയാണ് സ്ഥാപകൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ഇത് തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആര്? AKG ആണ്, AK ഗോപാലൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? സഫ്രീന ലത്തീഫ് ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഹവായി, ഫ്രഞ്ച്, പോളിനേഷ്യ, സൊമോഅ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്ത സമുദ്രത്തിന്റെ ഭാഗമാണ്. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ അതിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ എന്നിവയാണ് കാരണങ്ങൾ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ ആണ് അറിയപ്പെടുന്നത്? ഭുവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ബ്രഹ്മണി, മഹാനദി, ഡെൽറ്റയാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും ഇന്നു മുതൽ ജനുവരി മാസം 26, അതായത് ഈ മാസം 26 രാത്രി 12 മണി വരെ 10% ഓഫ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കും. റിപ്പബ്ലിക് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതിയേ. അപ്പൊ എല്ലാ കോഴ്സിനും ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ഓൾറെഡി നല്ല മിതമായിട്ടുള്ള ഫീസാണ് എല്ലാ കോഴ്സുകൾക്കും ഉള്ളത്. അതിൽ നിന്നും ഫീസ് കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. കമ്പനി LGS തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. അപ്പൊ ആപ്പിൽ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ കോഴ്സ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മെഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അൽവാരോ ആണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം വർഷം 1956 തെറ്റാണ്. 1948 ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ ശരിയായിട്ടുള്ളത് 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ശരിയാണ്. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ശരിയാണ്. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇത് മൂന്നും ശരിയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആദം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലേസർ ഫെയർ സിദ്ധാന്തം. ഇത് രണ്ടും ആദം സ്മിത്തുമായി ബന്ധപ്പെട്ടവയാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഈ മൂന്നും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്ന 3 പേരും ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്, ഇവർ 3 പേരും RBIയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ്.
ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ശരിയായിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ചോദ്യം. അനുച്ഛേദം 360. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? വനം, വൈദ്യുതി എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇപ്പോഴത്തെ ദാറ്റ് ഈസ് 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വർഷം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹീരാലാൽ സമരിയാണ്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരം ഉള്ളത്? സ്പീക്കർക്കാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? കോട്ടയത്താണ്. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? പി സദാശിവം. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. ശ്രീദേവി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ 2025 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വർഷം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട, കെ സച്ചിദാനന്ദനാണ്. തലച്ചോറിനെയും സുഷുമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏത്? മെനിഞ്ചസ് ആണ്. കാൽഷ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓസ്റ്റിയോപോറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് നിപ്പ വൈറസ് രോഗമാണ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? അതിറോസ്ക്ലിറോസിസ് ആണ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? മണൽ ഖനനമാണ്. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരുവിലാണ്. ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ ചിത്രശലഭ സങ്കേതമാണ്. ചിത്രശലഭ വന്യജീവി സങ്കേതം, ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ആറളം വന്യജീവി സങ്കേതം. കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അടുത്ത ചോദ്യം ഡോറിലല്ല റഡാർ ആണ്. റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? മൈക്രോവേവ് ആണ്. മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എത്രയാണ്? G/4 ആണ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ.
വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ ആണ് വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് എന്താണ്? ഹാലോജൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാ? വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു. സ്വാമി തോപ്പിൽ ജനിച്ചു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ്? വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ശരിയായ ജോഡികൾ കൃഷ്ണമൽ സർദാർ KM പണിക്കർ, പ്രേമാമൃതം രചിച്ചത് CV രാമൻ പിള്ള. ഇത് രണ്ടുമാണ് ശരി. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ബോയിങ് സ്റ്റാർലൈനർ വഴിയാണ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2024 ഹാൻ കാങ്ങിനാണ്. ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? മെയിൻ മെമ്മറി ഏതാണ്? റാം ആണ്. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ എങ്ങനെ മാച്ച് ചെയ്യാം എന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ തന്നിരിക്കുന്നതിൽ ഉബണ്ടു ആണ്. DBMS പാക്കേജ് ഏതാ? MySQL ആണ്. ഇമേജ് എഡിറ്റർ ഇവിടെ തന്നിരിക്കുന്നതിൽ ജിംബ് ആണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നതില് 2ഉം 4ഉം ആണ് ഉത്തരം. ഓക്കെ. MS എഡ്ജ് എന്നത് എന്താണ്? MS എഡ്ജ് എന്നത് വെബ് ബ്രൗസർ ആണ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഏതാ? സൈബർ സ്റ്റാക്കിംഗ് ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത എന്ത്? ഈ പറഞ്ഞ വസ്തുതയെല്ലാം വ്യക്തമാക്കാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഏത് പദവിയിൽ ഇരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം എത്രയാണ്? 5 അധ്യായവും 37 വകുപ്പുകളും. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ആണ്. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറിയുടെ പേരെന്ത്? അനുരാധ താക്കൂർ ആണ്. അനുരാധ താക്കൂർ. സ്വച്ഛത ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് ഡേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് നടന്നത്. 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തം വൃത്തസ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചെരിവ് ഉയരം എന്താകും? 11 സെന്റിമീറ്റർ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 5ാമത്തെ സംഖ്യ ഏതാണ്? 5ാമത്തെ സംഖ്യ 4, 7, 12, 19, 28 ആണ്. 28. 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടി വന്നാൽ ശരാശരി 16. പുതിയതായി വന്ന ആളുടെ വയസ്സ് എത്രയാണ്? 20. 2⁶ into 5⁴ into 7⁴ divided by 10⁴ into 14 square. ഇതിന്റെ വില കാണുക. ഉത്തരം 49 ആണ്. 5:4 അങ്ങനെയെങ്കിൽ 35:x. എക്സിന്റെ വാല്യൂ എന്താ? 28. തന്നിരിക്കുന്ന സമവാക്യത്തിലെ n-ന്റെ വില 4:2 plus n into 4:3 = 4:8. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന n-ന്റെ വില 3 ആണ്. 40ന്റെ എത്ര ശതമാനമാണ്? 28. 40ന്റെ 70%.
ഹെൽപ്പ് എന്ന വാക്കിനെ LIPT എന്ന കോഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ വേർഡ് എന്ന വാക്കിന്റെ കോഡ് എന്താണ്? ASVH. വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ യാത്ര ചെയ്തു എങ്കിൽ വിജയ് തുടങ്ങിയിടത്ത് നിന്നും എത്ര അകലെയാണ്? 10 കിലോമീറ്റർ ആണ്. ഒരു ക്ലോക്കിൽ സമയം 3 മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്താണ്? 90 ഡിഗ്രി ആണ്. Neither of the two men dash very tall. ഉത്തരം ഓപ്ഷൻ C was. I have been living in this city dash 2015. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇയർ അല്ലേ തന്നിരിക്കുന്നത്? സിൻസ് ആണ്. Dash rose is the loveliest of all flowers. ഉത്തരം the rose ആണ്. Pick out the correct spelling from the choices given below. സ്പെൽ ചെക്ക് ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ B opportunity. Pick the correct question tag. Your brother plays well dash. ഇവിടെ വരുന്ന question tag എന്താണ്? Doesn't he ആണ്. What do you mean by the idiom a piece of cake? A piece of cake എന്ന idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത് something that is very easy. Pick the word that is opposite in meaning to the word profound. Profoundന്റെ opposite എന്താണ്? Superficial ആണ്. Find the correct tense form. By the end of this week I dash here for 10 years. For 10 years. ഉത്തരം ഓപ്ഷൻ A ആണ്. Will have worked. What do you mean by the term magnum opus? Magnum opus എന്നാൽ ഒരാളുടെ ഗ്രേറ്റ് വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. A great work. What do you call someone who is a beginner in any profession? Beginner in any profession. Novice. Novice ആണ്. Opposite veteran. അടുത്ത ചോദ്യം, ചേട്ടൻ പര്യായ പദം എന്താണ്? ചേട്ടന്റെ പര്യായ പദം അഗ്രജൻ. അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം, അയക്കുന്നവൻ എന്നർത്ഥം വരുന്നത് പ്രേക്ഷകൻ ആണ്. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ്? മൈറ്റ് ഈസ് റൈറ്റ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. വിപരീത പദം തെറ്റായ ജോഡി കണ്ടെത്താനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ C ആണ് തെറ്റായിട്ടുള്ളത്. അടുത്തത്, ഭൂമി സമാനാർത്ഥമുള്ള പദം ഏതാണ്? ഭൂമിയുടെ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. മേദിനിയാണ്. മേദിനി. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏതാണ്? പൂജക ബഹുവചനം സ്വാമികൾ, ഗുരുക്കൾ ഇവയൊക്കെ പൂജക ബഹുവചനമാണ്. ആഗമസന്ധിക്ക് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ആഗമസന്ധി ഏതാണ്? തിരുവോണം. തിരു അധികം ഓണം. വായാണ് ഇവിടെ ആഗമിച്ചത്. യായോ വായോ ആഗമിച്ചാൽ ആഗമസന്ധിയാണ്. ശരിയായ പദം ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം മടയൻ എന്നതാണ്. ഏവൾ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? A അധികം അൾ. നിരൂപകൻ സ്ത്രീലിംഗ പദം ഏതാ? നിരൂപകൻ. നിരൂപകയാണ് സ്ത്രീലിംഗ പദം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയിൽ ചോദിച്ച 100 ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ VFA ആയാലും ബെക്കോ LD ആയാലും കമ്പനി LGS ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാർ, 10th പ്രിലിംസ് ഒക്കെ എഴുതുന്ന ആൾക്കാര് ഈ ഒരു ചോദ്യപേപ്പർ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ ഉണ്ട്. അപ്പൊ ഇത്രയും വേഗം തന്നെ ഈ ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളേ. അപ്പൊ എത്രയും വേഗം തന്നെ താല്പര്യമുള്ളൊരു കോഴ്സ് എടുത്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.